ഞങ്ങൾ മ്യൂസിയം ഓഫ് ഗോവയിൽ എത്തിയിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. നമ്മളെ വീടെല്ലാം പണിയുന്ന കോൺക്രീറ്റിലെല്ലാം യൂസ് ചെയ്യുന്ന ഇരുമ്പ് കമ്പീനെ കൊണ്ടുണ്ടാക്കിയ ഒരു പോത്ത്, കാട്ടുപോത്തിൻ്റെ ആണിത്. ഏതാണ് മൊത്തം ഇരുമ്പ് കമ്പീനെ കൊണ്ടുണ്ടാക്കിയ കേട്ടോ. 10 AM to 6 PM ആണ്. മൺഡേ ക്ലോസറാണ്. ഞങ്ങൾ മ്യൂസിയത്തിൽ വന്നിട്ടുള്ളത്, ആർട്ട് മ്യൂസിയത്തിൽ. ഇവിടെ ഒരു വലിയൊരു ആർട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കാണാൻ. എന്തോ ഒരു സിംബോളിക്കലാണ് അല്ലേ? നോക്കിയേ, ഇവിടെ ഇതൊന്നാണ് സംഭവം. ഡിഫറെൻ്റ് മൂഡ്. 122 kg കേട്ടോ തോന്നുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഡിഫറെൻ്റ് മൂഡായിട്ടാണ് തോന്നുക. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ ചമ്മിയ പോലത്തെ മുഖം. ഇവിടെ നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു പുള്ളിക്ക്. ഇവിടെ എത്തുമ്പോൾ നോക്കിയത് പുള്ളി സാഡായി. ഇങ്ങനെ 3 മൂഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൻ്റെ ഒരു ബോട്ടാട്ടോ, പഴയ ഒരു ബോട്ട്. ഇതെന്താണെന്നറിയില്ല, ഒരു മെമ്മറി ഓഫ് ബോട്ടാണെന്ന് പറയുന്നത്. ഇതെല്ലാം സെല്ലിംഗ് ആണ് കേട്ടോ. ഇതോ ഫിഷിംഗ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് സംഭവമാണ്. 15 ലക്ഷം റുപ്യാന്ന് അവർ പറയുന്നത്. സെല്ലിങ്ങിൻ്റെ ആണ് ഇത്. മെറ്റലാണ് കേട്ടോ, മെറ്റല്. നമ്മുടെ ഇതല്ല ഷിപ്പിലെല്ലാം യൂസ് ചെയ്യുന്ന ക്യാം ഷാഫ്റ്റായത്. ക്യാം ഷാഫ്റ്റിൽ അവരുണ്ടാക്കിയ തന്നെയാണ്. ഇതിൻ്റെ റേറ്റാണ് 30 ലക്ഷം. ഓക്കെ, ഇത് വലിയൊരു തടി. ഞങ്ങളെ മുരിക്കില്ലേ, മുരിക്കിൻ്റെ നമ്മളെ നാട്ടിലത്തെ മുരിക്കിൻ്റെത് മുള്ള് ഇത് ഉള്ളിലാണ് ഇതിൻ്റെത്. അത് ഇത് ആക്കിയതാണോ എന്നറിയില്ല. ഉണ്ടോ? ഇതുണ്ടോ, ദി റോയൽ സ്റ്റാഫ് ഓഫ് ദി എംപയർ ഓഫ് ദി ഓഷ്യൻ. പോസ്റ്ററുണ്ട്, ആർട്ട് വരച്ചത് വാസ്കോ ഡ ഗാമയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല ചെങ്കല്ലുണ്ടാക്കിയ ഒരു സാധനമാണ്. നല്ല പാറക്കല്ലിനെ കൊണ്ടുണ്ടാക്കിയ ആർട്ട്. ഒരുപാട് ദൈവങ്ങൾ തോണിയിൽ യാത്ര ചെയ്യുന്നുണ്ട്. കല്ലുമ്മക്കായിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു ആർട്ടാണ് കേട്ടോ. ആർട്ട് ഗാലറിയാണ്, ആർട്ട് ഗാലറി. ഇത് ഒരുപാട് ഞങ്ങളെ നെറ്റില്ലേ, നട്ടും ബോൾട്ടിൻ്റെ നെറ്റിനെ കൊണ്ട് വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. നോക്കിയാൽ ഏതാണ് അതിൻ്റെ ഇത്, ഇങ്ങനെ കറങ്ങുമ്പോൾ ഇങ്ങനെ ഷൈനിങ്ങിൽ പോലെ തോന്നുന്നുണ്ട്. ഏതാ ഓൾഡ് മാൻ ആൻഡ് ദി ഫിഷ്, അതാണ് ഇതിൻ്റെ ഇത്. ഓൾഡ് മാനും ഫിഷും അതിൻ്റെ ഒരു രൂപം നെട്ടൻ ബോൾട്ട് കൊണ്ട് ഉണ്ടാക്കിയത്. ഓൾഡ് മാനും ഇത് കല്ലിൽ, ഞങ്ങളെ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയത്. ഓൾഡ് മാൻ ആൻഡ് ഫിഷ് ഒരു ആർട്ടാണ്. ഒരു ഗണപതിയുടെ ഒരു ആർട്ട്. ഇതൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്താണ് അവിടെ ഉണ്ട് കേട്ടോ. മേസ് ഓഫ് മൈസ് തന്നെയാണ് കേട്ടോ. മരത്തിലൊന്ന് കൊത്തിയാക്കിയതിന് 2,50,000. സൂസ പ്ലേറ്റ്, നല്ലൊരു പെയിന്റിംഗ് ആണ്. ആ വിളക്ക് പിടിക്കുന്നത് അതിൻ്റെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഫേസിൽ വരുന്നത്, അതാണ് ആ പെയിന്റിങ്.
ലേഡി ഹിപ്പി ലാം. ഇത് നോട്ട് ഫോർ സെയിലാണ്. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. എല്ലാം പെയിൻറ്റിംഗ് ആണ്. അടിപൊളി പെയിൻറ്റിംഗ് ആണ്. എല്ലാം ഓരോ ഓയിൽ പെയിൻറ്റിംഗ് ആണ്. എല്ലാം അടിപൊളി പെയിൻറ്റിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നല്ല നല്ല പെയിൻറ്റിംഗ് അല്ലേ? അടിപൊളി പെയിൻറ്റിംഗ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റിംഗ് കാണിച്ചത് ഈ വിളക്കെടുത്ത് നിൽക്കുന്നതൊക്കെയാണ്. അതുണ്ടോ? ആ വിളക്കെടുത്ത് നിൽക്കുന്ന നോക്കി അതിൻ്റെ ആ വിളക്കിൻ്റെ റിഫ്ലക്ഷൻ ഫേസിൽ വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഐക്കോൺ എൻ്റെ റേറ്റ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ ഇത് ഞങ്ങളെ കിണ്ടിയാണ്. കിണ്ടി വാട്ടർ ഡ്രോപ്പ്. ഉണ്ടോ? ഇതൊരു കല്ലിലൊന്ന് ആക്കി വെച്ച സംഭവമാണ്. ഇത് ഗോഡസ് 2 ലക്ഷം റുപ്യ വെക്കാം. 2 ലക്ഷം റുപ്യൊക്കെ പോലും വെക്കുന്നത് ഈ കല്ലും ഇതും. എല്ലാം വാങ്ങുന്ന ആൾക്കാരുണ്ടോ? ഓരോരോ കോഴിയുടെ രൂപമാക്കി വെച്ച ദേവി കേട്ടോ. ദേവി പ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം സൗസ പ്ലേറ്റ്. അതാണ് കണ്ടിട്ടില്ലേ നേരത്തെ കാണിച്ചു തരാം. എല്ലാം അതാണ് ഓരോരോ ആർട്ട് ഇതിലാക്കിയത്. ഫിഷർമാൻ്റെ ഡീറ്റെയിൽസുകളാണ്. എല്ലാം ഷെല്ലാണ്. ഷെല്ല് കടലിൽ ഇങ്ങനെ കിടക്കുന്ന സാധനം എടുത്തു വെച്ചിരിക്കുക തന്നെയാണ്. ഓയിസ്റ്റർ ഡിസ്ക് ഇതൊക്കെ പേരുണ്ട് ഓരോന്ന്. ഓയിസ്റ്റർ സിറാമിക് പ്ലേറ്റ് ഇതെല്ലാം ഫോസിൽസ് എന്ന് പറയാം. ഫിഷ് ഈ കടലിൽ. ഞങ്ങളുടെ നങ്കൂരം ആങ്കറില്ല, ആങ്കർ ഷിപ്പൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അതിങ്ങനെ കടലിൽ ഇട്ടിട്ട് അപ്പോൾ അതിൽ തന്നെ ഈ കല്ലുമ്മക്കായും എല്ലാം ഇതെല്ലാം പറ്റിക്കിടക്കുന്ന ഇതാണിത്. അതൊരു ആർട്ടായി. ഇതാണ്ടോ പേള് മുള്ളുവേലി. പല കളർ ഇട്ടിട്ട് മുള്ളുവേലിക്കും അതൊരു ആർട്ട് തന്നെ. ഇത് നല്ലതാണ്. കണ്ടോ? ഈ കോട്ടൺ നമ്മളെ ചെമ്മരിയാട് ഷീപ്പ്. ഇതാണ് ഇപ്പോൾ എല്ലായിടത്തും കാണിക്കുന്നത്. നമ്മൾ ഈ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ആർട്ട് ഗാലറി നോക്കുമ്പം ഇതാ കാണിക്കുന്നത്. എന്താണ് ഒരു ക്യൂൻ ആണ്. ക്യൂൻ 7 ലക്ഷം റുപ്യക്ക് ഈ സാധനം കിട്ടും കേട്ടോ. അറിയോ? ഇത് നമ്മളെ സ്വന്തം വടാപ്പാവ്. വടാപ്പാവിന്റെ പാവ്. ഒരുപാട് പാവുണ്ട് അല്ലേ? അതിനെന്ത് പാവ് കടിക്കാൻ നോക്കാം. കിട്ടിയിട്ടില്ല അല്ലേ? അടിപൊളി ഒരു ആർട്ടാണ്. ഒരു മനുഷ്യന്റെ തലയുടെ രൂപം ആക്കി വെച്ചിരിക്കുക. ഇതാണ് കളർഫുള്ള്. ഒരു ലൈറ്റപ്പിനെ കൊണ്ട്, ലേസർ ലൈറ്റിനെ കൊണ്ട് പ്രൊജക്ടർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഒരുപാട് ആർട്ടുകളുണ്ട് ഇവിടെ. ഓരോരോ ടൈപ്പ് പെയിൻറ്റിങ്ങും പല വെറൈറ്റി മോഡേണും എല്ലാം നമ്മൾ ഈ കടലിനെല്ലാം ബേസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാം. ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ നല്ല മിർച്ചി പറങ്കിയുടെ ഇടയിൽ എല്ലാം ഒരു ട്രഡീഷണൽ ഡിസൈൻ ചെയ്ത കുറേ മിർച്ചികൾക്കിടയിലാണ് ഒരു വലിയ മിർച്ചി. മിർച്ചി എല്ലാ മിർച്ചിയുണ്ട്. ഗ്രീൻ മിർച്ചി. ഗോവ ഡയറീസ് ആണ് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം.
ബൈക്കിലുണ്ട്. പ്രത്യേകതരം ബൈക്കായതാ, മോട്ടോർ സൈക്കിൾ പൈലറ്റ്. ഒരു ബൈക്കാണ്, മോട്ടോർ സൈക്കിൾ പൈലറ്റ് കേട്ടോ. നോക്കടാ ആ ബൈക്കിന്റെ ഇത് നോക്കിയ ഹെഡ്ലൈറ്റ് എന്താ നോക്കിയ, കണ്ണ് മൂക്ക് ഒരു നമ്മളെ എന്താണ് മൂങ്ങയുടെ ഇതാണ്. ഒരുപാട് ഷെല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ. ഒരു ആർട്ടാണ്, ഒരു പ്രത്യേക ഒരു ആർട്ട്. നല്ലൊരു തരം ഒരുപാട് ആർട്ടാണ്. ഇത് ഞങ്ങളെ ചായ കുടിച്ചതിൻ്റെ പാക്കറ്റ് വെച്ചിട്ടുള്ള ആർട്ട്. അനന്തു നോക്കുകയാണ് ഓരോ ആർട്ട് കണ്ടിട്ട്, എന്തൊരു വെറൈറ്റി ആർട്ട് എന്നല്ല അനന്തെല്ലാം ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തരം പ്രത്യേകതരം ആർട്ടുകളും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം വെറൈറ്റിയാണ് കേട്ടോ. ഇതെന്നാ സംഭവം, ഒരു ബ്ലാക്കില് ഷെല്ലിൽ വരച്ചതാണ് ചെറിയ ചിത്രങ്ങൾ. ആ മാൻ്റെ എല്ലാം കൊമ്പ് കേട്ടോ. ഇത് ആടിൻ്റെയും മാൻ്റെയും എല്ലാം കൊമ്പ് വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ. നല്ല ഷെല്ലുകൾ വെച്ചിട്ടുള്ള ആർട്ടാണ് ഇത് കേട്ടോ. അടിപൊളി. നോക്കറ ഏതാണ് നോക്കിയ അടിപൊളി ഷെല്ല. ഒരു കാര്യം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി രസമുണ്ടാവും. നല്ല രസമായിരിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ. ഇതെല്ലാം ഒന്ന് കാണിക്കുക. എല്ലാ ഷെല്ലിനെ കൊണ്ടും പലതരം ആർട്ടാണ് കേട്ടോ ഇത്. എല്ലാ ആർട്ട് ഗാലറിയും. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ വരുത്. ഈ ആർട്ടെന്താ ഇതെന്താ മനസ്സിലായോ, എന്താണ് ആർട്ട്? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതുണ്ടോ എങ്ങനെ ആയി കഴിഞ്ഞാൽ മനസ്സിലാവും. ബൈക്കിൻ്റെ സീറ്റും അതിൻ്റെ പെട്രോൾ ടാങ്കും, റോയൽ എൻഫീൽഡിൻ്റെ ഷീറ്റും പെട്രോൾ ടാങ്കും വെച്ചിട്ടുള്ള ആർട്ട്, അതും ഒരു ആർട്ടാണ്. ഞങ്ങളെ ക്യാം ഷാഫ്റ്റും ഒരു പ്ലേറ്റും വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഇത് ഞങ്ങളെ ഫുൾ നട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെയോ ഇവിടെ ആക്കുന്നുണ്ട്. ഒരു ടൈം പാസ് ഒന്നും ഇവിടെ ആരോ ഉണ്ട് ഇതിൻ്റെ ഒരു ടൈം പാസ് ചെയ്യുന്ന ആള്. എന്നിട്ട് അതിന് വുഡ് ആർട്ടാണ്. നമ്മളെ കോണില്ലേ, കോണിൻ്റെ ഷേപ്പിൽ ലിഫ്റ്റിൽ കയറിയാലും ആ ലിഫ്റ്റിലും ഉണ്ട് ഒരു ആർട്ടും അതിൻ്റെ പേരും. 30,000 രൂപ കിട്ടും പോലെ ഈ ഒരു ആർട്ടിന്. ഇത് ശ്രീകുട്ടി വരച്ചതിനാണെങ്കിൽ അപ്പോൾ ലക്ഷങ്ങൾ കിട്ടണമല്ലോ. ഇവിടുന്ന് ഈ ആർട്ട് ഗാലറീൻ്റെ വെളിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയാൽ കുറച്ചൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട്. ഞാനിത് നേരത്തെ പറയുന്നു കൂൾ ഡ്രിങ്ക്സ് വേണമെന്ന്. നമുക്ക് ഉണ്ടോ നോക്കിയിട്ട് അതല്ല. എന്തൊക്കെയോ ആർട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാം നമ്മളെ നട്ട് വെച്ചിട്ടുള്ള പരിപാടി കേട്ടോ. നട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ട് ചിൽഡ്രൻസ് ആർട്ട് സ്റ്റുഡിയോ. ഇതെല്ലാം ഒരു ആർട്ട് ഗാർഡൻ അല്ല, എന്തോ ആർട്ട് ഗാർഡനാ. എന്ത് വേസ്റ്റ് വെച്ചിട്ട്, ഇതെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റിനെ കൊണ്ടുണ്ടാക്കിയ ആർട്ടാട്ടോ. ചോക്ലേറ്റും ഇതെല്ലാം
ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് ഇവിടെ വന്നിരിക്കുകയാണല്ലേ ഹന്തു? നടന്ന് ക്ഷണിച്ചു വാ. ആ ആ യെസ് ആ അങ്ങനെ ഈ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസത്തിന് മാംഗോ ഷേക്ക് വിത്ത് ഐസ്ക്രീം അന്തുവിന് വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ അന്തു? ടേസ്റ്റ് ഉണ്ടോ അന്തു? ഓക്കെയാ? നോട്ട് ഗുഡ്, അത്ര പോരാ പോലും. ഇത് നോക്കിയാൽ ഈ ഒരു കല്ലിനെ പോലെ തന്നെ അതേ മെഷർമെൻറ്റിലാണ് ഇവിടെ ഈ നെട്ടിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ആർട്ട് തന്നെയാണ്. എന്തായിക്കോട്ടെ, കാണുമ്പോൾ തോന്നും ഇത് സിമ്പിളാണ്. ഇത് പാറക്കെട്ട് പൊട്ടിച്ചാൽ അതുപോലെ കിട്ടി, അതേ ഷേപ്പും അതേ മെഷർമെൻറ്റും എടുത്തിട്ട് ഈ ഒരു നെട്ടിലാക്കി. ഇവിടെ മ്യൂസിയത്തിനടുത്ത് തന്നെയല്ലേ ഒരു ഷോപ്പാണിത്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം.